ഓം നമ ശിവായ. ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ഭക്തരും നന്ദിയുടെ ചെവിക്ക് അടുത്തേക്ക് വന്ന് എന്തോ പറയാറുണ്ട്. ചിലർ അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നു, ചിലർ പ്രാർത്ഥനകൾ പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവർ നേരിട്ട് ശിവനോട് പറയാതെ നന്ദിയുടെ ചെവിയിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ പിന്നിൽ മനോഹരമായൊരു വിശ്വാസമുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ പ്രകാരം നന്ദി ശിവഭഗവാന്റെ വാഹനം മാത്രമല്ല, ഏറ്റവും വിശ്വസ്തനായ ഭക്തനും കൈലാസത്തിൻ്റെ കവാടപാലകനുമാണ്. നന്ദിയുടെ മനസ്സ് എപ്പോഴും ശിവനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്തർ വിശ്വസിക്കുന്നത് നന്ദിയോട് പറയുന്ന പ്രാർത്ഥനകൾ ശിവഭഗവാന്റെ സന്നിധിയിൽ എത്തുമെന്നാണ്. മറ്റൊരു വിശ്വാസം അനുസരിച്ച് നന്ദി എപ്പോഴും ശിവനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തോട് പറയുന്ന ഭക്തരുടെ അപേക്ഷകൾ ശിവനിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു മതവിശ്വാസമാണ്. ഇതിനെക്കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരേ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കാണണമെന്നില്ല. എന്നിരുന്നാലും നൂറ്റാണ്ടുകളായി ഭക്തർ ഈ ആചാരം പിന്തുടരുന്നു. അതുകൊണ്ടാണ് ഇന്നും ശിവക്ഷേത്രങ്ങളിൽ നന്ദിയുടെ ചെവിയിൽ ഭക്തർ അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നത്. അടുത്ത തവണ നിങ്ങളും ഒരു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്ദിയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശിവനെ മാത്രം നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥ ഭക്തിയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഓം നമ ശിവായ.